പ്രധാനപ്പെട്ട ഒന്ന് ദോഹയിൽ കയറിയുള്ള ആക്രമണം. ദോഹയിൽ അടിക്കുന്നു, അവിടെ ഹമാസ് നേതാക്കളെ വധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ സൈത്തിന് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് ഈ വധിക്കപ്പെട്ട ഖലീൽ അൽ ഹയ്യ ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ അത് ഹമാസ് സ്ഥിരീകരിക്കുന്നില്ല. തങ്ങൾ നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നു. IDF ആവർത്തിച്ച് പറയുന്നത് കൃത്യമായ ടാർഗറ്റിലേക്ക് എത്തി കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. എന്ത് വിശ്വസിക്കണമെന്നുള്ളതാണ്. അതിന് സ്ഥിരീകരണം വരാനുണ്ട്. അതെ, സ്ഥിരീകരണം വരാനുണ്ട്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്ന കാര്യം ഖത്തർ ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. അതിൽ ഒരു സ്ഥിരീകരണവും നൽകാൻ അവർ തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയും അവരുടെ വിശദീകരണം എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. എന്തായാലും ഈ സാഹചര്യങ്ങളെ ഗൗരവത്തോടെ കൂടി നോക്കിക്കാണുകയാണ് ലോകരാജ്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന ആശങ്ക, ഇന്ത്യക്കാർ നിരവധിയായി തൊഴിലെടുക്കുന്ന ഒരു ഇടമാണ് ഖത്തർ എന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഏറെ ആശങ്കകൾ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയും ഔദ്യോഗികമായി ഇതിലൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. രഞ്ജിത്ത്, നമുക്ക് പരിശോധിക്കാം ആരാണ് ഖലീൽ അൽ ഹയ്യ. ഹമാസിനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഒരു വ്യക്തിയാണ് ഖലീൽ അൽ ഹയ്യ. അതായത് ഇസ്മയിൽ ഖനിയുടെയും യഹ്യ സിൻവാറിൻ്റെയും ഒക്കെ മരണത്തിന് ശേഷം ഈ പാലസ്തീൻ വിഷയങ്ങളിൽ തന്ത്രപ്രധാനമായി ഹമാസിന് വേണ്ടി ഇടപെടൽ നടത്തുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഗാസയിലല്ല ഉണ്ടാവുന്നത്, ഖത്തറിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഖത്തറിന് നേരെ ഒരു അറ്റാക്ക്, വ്യോമാക്രമണം നടത്തേണ്ട സാഹചര്യം ഇസ്രയേലിന് ഉണ്ടാവുകയും ചെയ്തത്. ഈ ഖലീൽ അൽ ഹയ്യ ഗാസയിൽ 1960 ജനിച്ച വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം 1987 മുതൽ തന്നെ ഈ ഹമാസ് ഗ്രൂപ്പുകളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല കുടുംബാംഗങ്ങളെയും പിന്നീട് ഈ ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2007 അദ്ദേഹത്തിൻ്റെ ഗാസയിലെ വീടിന് നേരെ ഇസ്രയേലിൻ്റെ സൈനിക നീക്കം, വ്യോമാക്രമണം ഉണ്ടാവുകയും കുടുംബാംഗങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളെയും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീടും അദ്ദേഹം ഹമാസിൻ്റെ തന്ത്രപ്രധാന ചർച്ചകളുടെ ഭാഗമായിരുന്നു. അതായത് ഈ സൈനിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗമായി നിന്ന് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ഈ ഖലീൽ അൽ ഹയ്യ. പക്ഷേ എന്തുകൊണ്ടാണ് ഇയാളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു സൈനിക നീക്കം നടത്തിയത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ജെറുസലേമിന് നേരെ നടന്ന സൈനിക നീക്കം തന്നെയാവാം ഇസ്രയേലിനെ ആ പ്രകോപനത്തിന് കാരണം. 6 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവമാണ്. അതുകൊണ്ട് കൂടിയാവാം ഇത്തരമൊരു നീക്കമുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പല ഘട്ടങ്ങളിലായി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അത് ലംഘിക്കുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും ഈ സംഭവത്തോടു കൂടി ഇത് പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ പുതിയൊരു തലത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീളുന്നുവെന്ന് നമുക്ക് കരുതാം. മലയാളികൾ ഏറെയുള്ള ഇടമെന്നത് കേരളത്തിനൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ കൂടിയും ഇതിനകം പ്രതികരിച്ച ആരും തന്നെ അവിടെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. വ്യോമ സർവീസുകളെ ഒന്നും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല, അത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് അവരൊക്കെ വ്യക്തമാക്കിയ കാര്യം. നമ്മളൊക്കെ വിളിക്കുന്ന പല മലയാളികളും ജോലി സ്ഥലത്താണ്, അവർ ജോലിയിൽ വ്യാപൃതരാണ്, അവർക്കൊരു തടസ്സവും അതുണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അതാണ് സാഹചര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒന്ന്. മധ്യസ്ഥ ചർച്ചകൾക്കിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളത് നിർണായകമാകുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകളുടെയൊക്കെ ഫലം എന്താകുമെന്നതും കാത്തിരുന്ന് കാണണം. ഏതായാലും ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് അമേരിക്കയുടെ സഹായത്തോടെ, അമേരിക്ക അറിഞ്ഞുള്ള ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, അമേരിക്കയുടെ സഹായത്തോടെ ചെയ്ത ഒരാക്രമണം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി തന്നെ അത് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ, ദോഹയിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റും മാറാനായി അവർ മുന്നറിയിപ്പ് നൽകുകയും മറ്റും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ്